ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വർക്കുമായിട്ടാണ്. നമുക്ക് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ക്യാൻ ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ മാത്രമല്ല നാട്ടിലായാലും പല കാര്യത്തിൽ ഇതുപോലത്തെ ക്യാൻ കിട്ടാറുണ്ടല്ലേ. എനിക്ക് കിട്ടുമ്പോൾ എടുത്ത് വെക്ക് അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അതിൽ നിന്നൊരു കുഞ്ഞു പീസ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്ന് കുഞ്ഞു കുഞ്ഞു പീസായി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസ് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു പീസ് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതിൽ നമുക്കൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അവരവർക്ക് ആർക്കാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് അവരവരുടെ അളവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നമ്മൾ എക്സ്റ്റൻഷൻ നെയിൽസ് ആണ് ചെയ്യുന്നത്. ഒരുപാട് കാശ് കൊടുത്ത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ. അപ്പോൾ ഒരുപാട് ടൈപ്പ് നെയിൽ എക്സ്റ്റൻഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈനിലായിട്ടും കടകളിലൊക്കെ ആയിട്ട്. എന്നാൽ ഇതും അത്ര മോശമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്റ്റൻഷൻസ് വെക്കുന്ന ആ ഒരു ഗ്ലൂ ഉണ്ടല്ലോ, അത് നമ്മൾ വാങ്ങിച്ചാൽ മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താ ഇതുപോലെ നമ്മുടെ അവരവരുടെ ഏതൊക്കെ സൈസിനുള്ള നെയിൽസ് ആണോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ബോട്ടിൽ ക്യാനിൻ്റെ പീസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബെൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു ബെൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ അളവിനനുസരിച്ചിട്ട് ഞാൻ നെയിൽസ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല, നമുക്ക് ഇനിയും കുറച്ച് നെയിൽ ആർട്ടും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണിന് ചൂടാവാൻ എടുക്കുന്ന സമയം ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റിക്ക് മാത്രം എടുത്തിട്ട് ലൈറ്റർ കാണിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പെൻസിലിൻ്റെ മുകളിലായിട്ട് ഒരു ഡ്രോപ്പ് ഇട്ടിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷൻ നെയിൽ അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പെൻസിലിൽ നമുക്കിങ്ങനെ ഹാൻഡിൽ പോലെ യൂസ് ചെയ്തിട്ട് അത് പിടിച്ചുകൊണ്ട് നമുക്കതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈസിയാണ്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും വേണ്ട, ഇതുപോലെ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 2 കളർ മാത്രമേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 2 കളർ വെച്ചിട്ടുള്ള ഡിസൈൻസാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ കളേഴ്സ് ഇനി കുറേ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഒരു ഹാർട്ടിൻ്റെ ഡിസൈൻ പ്ലസ് ആ ഒരു ഗ്രീൻ കളറും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫസ്റ്റ് നെയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് നെയിലാണ് കൂടുതൽ ഭംഗിയായിട്ട് സെറ്റായത് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് ഞാൻ 2 ഇതുപോലത്തെ ലൈൻസ് പോലെ കൊടുത്തു. അതായത് കുറച്ച് നല്ല ബൾക്കായിട്ട് എമൗണ്ട് ആ ഒരു ബ്ലൂവും പിന്നെ ആ ഒരു റെഡും എടുത്ത് അതെന്നിട്ട് ചെറിയൊരു നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് ക്യാനിൻ്റെ ഒരു കുഞ്ഞ് പീസ് വെച്ച് ഷാർപ്പായിട്ടുള്ള ഒരു പീസ് വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഷെയ്ഡിങ് പോലത്തെ ഒരു ലുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ. മൂന്നാമത്തത് ഞാൻ ഇതുപോലെ ഒരു കോൺ വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ അറ്റത്തും വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു സ്പേസിൽ ഇതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ചെറിയൊരു പോർഷൻ നിർത്തിക്കൊണ്ട് ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ടും ഒരു കോൺ വരച്ചു കൊടുത്തു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഡിസൈനാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. പക്ഷേ എല്ലാറ്റിനേക്കാൾ കൂടുതൽ നെയിൽ നമ്മളത് സെറ്റ് ചെയ്തപ്പോൾ അതാണ് കൂടുതൽ ഭംഗിയായിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തത്. എന്നാൽ ഒരു ബ്ലൂ ഷെയ്ഡ് അവിടെ കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റത്തായിട്ട് കുറേ ബ്ലൂ കൊടുത്തിട്ട് അത് ഇതുപോലെ ഇവിടത്തേക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ബ്ലെൻഡായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതുപോലെ ഒന്ന് കൊടുത്തു. അതിനുശേഷം ചെറിയ പെറ്റൽസിൻ്റെ ഷേപ്പ് പോലെ ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ വലിയ നീറ്റായിട്ടുള്ള ഡിസൈനൊന്നുമല്ല, പക്ഷേ ഇതാണ് നെയിലിൽ ചെയ്ത് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെയും കൊടുത്തു, 2 ബ്ലൂ കൊടുത്തു, പിന്നെ നടുക്കേ കൂടെ ജസ്റ്റ് റെഡും കൊടുത്തു. അപ്പോൾ ഇതാണ് കുഞ്ഞൻ വിരലിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻ. എല്ലാം സിമ്പിളാണ്, പക്ഷേ എല്ലാം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കിഡിലൻ നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻസ് വാങ്ങിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ അവിടെ നിൽക്കൊന്നുമില്ല. ജസ്റ്റ് പറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഒന്നും ബാക്കിൽ ഒട്ടിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഐറ്റം. അടിപൊളിയല്ലേ? ശരിക്കും ഒരു എക്സ്റ്റൻഷൻസ് നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? അത്ര നമ്മളിതൊരു ക്യാൻ വെച്ച് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്കങ്ങനെ തോന്നി. നമുക്കിതൊക്കെ ഒന്ന് ഗമ്മ് വെച്ചിട്ട് നെയിലൊന്ന് ഒട്ടിച്ചിട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗമ്മ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ഗമ്മുണ്ട്. അത് നോക്കി വാങ്ങിച്ചിട്ട് ഇത് എക്സ്റ്റൻഷൻ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ? എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയിൽ എക്സ്റ്റൻഷൻസ് ഒട്ടിക്കുന്ന ഗ്ലൂ തന്നെ വാങ്ങിക്കുക. അപ്പോൾ കണ്ടോ,
ഓരോന്ന് ഡിസൈൻ കണ്ടോ, ഞാൻ പാളിപ്പോയി എന്ന് വിചാരിച്ച ഡിസൈനാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ മോളുടെ റിയാക്ഷൻ കൂടി ഒന്ന് കണ്ടാലോ. അമ്മുടു അമ്മേൻ്റെ കൈ നോക്കി. ഇഷ്ടായോ? ഇഷ്ടായോ? ഇങ്ങോട്ടേക്ക് തട്ടേക്ക് ചിക്കി ചിക്കി അവിടെ നോക്കി നോക്കി. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇഷ്ടായ ഇഷ്ടായ നോക്കിയേ. തൊട്ടോക്കെ തൊട്ടോക്കെ തൊട്ടോക്ക്. ശരിക്കും അവൾക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സീ യു.